ആണോ അമ്മേ? പിന്നല്ലാണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടെന്താ? അമ്മേ, കുറച്ച് വെള്ളം എന്താ? ഇപ്പൊ കൊണ്ടുവരാം. എന്താ ദേവ ഒറ്റയ്ക്കാണോ വന്നേ? അവളെവിടെ? ഏതവള്? തൂക്കുമരത്തിന്ന് രക്ഷിച്ചവള്. അവളെന്തിനാ ഇവിടേക്ക് വരുന്നേ? അതെന്താ, ഭാര്യയാന്നും പറഞ്ഞല്ലേ നീ അവളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്? ഇനിയൊരു പക്ഷേ വൈദേഹിയാണോന്ന് കരുതി രക്ഷപ്പെടുത്തിയതാണോ, വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരുമെന്ന് കരുതി? ഊർമിളെ, ഇവൻ എന്തിനെ രക്ഷിച്ചെന്ന് ആരാധ്യ പറഞ്ഞില്ലായിരുന്നോ? പിന്നെ എന്തിനീ വൈദേഹിയുടെ കഥ എടുക്കുന്നേ? ഒരു സംശയം തീർത്തതല്ലേ? ദേവന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ഒന്ന് ചെകഞ്ഞു നോക്കിയതാ. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. വൈശാലിക്ക് സംഭവിച്ചത് അനീതിയാണെന്ന് തോന്നി രക്ഷപ്പെടുത്തി, അത്രയേ ഉള്ളൂ. അവള് വൈദേഹി അല്ലെന്നറിഞ്ഞ് വിട്ടുകളഞ്ഞ കേസല്ലേ. ഇനി എന്തിനാ നീ അതിന്റെ പുറകെ പോകുന്നു? അവള് ശരിക്കും ഭർത്താവിനെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിന്റെ പിന്നാലെ പോയില്ലായിരുന്നു അമ്മേ. പക്ഷെ അവളൊരു പാവം പെണ്ണാണ്. ഞാൻ എന്റെ ഭാര്യ അവളെന്നും പറഞ്ഞ് രക്ഷപ്പെടുത്തിയെങ്കിൽ അവളുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ പേരിൽ ഇനി പുതിയ പ്രശ്നങ്ങൾ വല്ലതും വരുമെന്നാ? ഒരു പുതിയ പ്രശ്നം ഉണ്ടാവില്ല അച്ഛാ. ദേവൻ ഇന്ന് ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ്. ദേവൻ വൈശാലിയുടെ ജീവനോടൊപ്പം അവളുടെ കുഞ്ഞിന്റെ കൂടി ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. അല്ല, ഇനിയിപ്പോ വൈശാലി വൈദേഹി എന്ന് പറഞ്ഞ് കേറി വന്നാ എന്ത് ചെയ്യും? ഇതാ ഇപ്പൊ നടക്കാൻ പോകുന്നു. എന്താ ഇത് ആരാധ്യേ, ഇത്രയും വലിയ വക്കീലായിട്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ. ദേവന്റെ മനസ്സിന്റെ നന്മ കണ്ടോണ്ട് അവൻ പറയുന്നതൊക്കെ അങ്ങ് ചെയ്യുക. എല്ലാം ആലോചിച്ച് തന്നെയാണ് ഞാൻ ചെയ്തത്. തൂക്കുകയറ് റദ്ദാക്കിയെന്ന് പറഞ്ഞതും അവള് വൈദേഹിയാണെന്ന് വിശ്വസിച്ചതുകൊണ്ടാ ദേവൻ അത് ചെയ്തതെന്ന് അവള് കരുതി. പക്ഷെ ദേവൻ അവളുടെ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. അതോടെ അവള് പത്തി മടക്കി. ഇത്രയൊക്കെ ചെയ്തതിനു ശേഷവും ഇനി അവള് ബുദ്ധിമുട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഓട്ടെ, സാരമില്ല. നമ്മൾ കാരണം ഒരാളുടെ ജീവൻ പോകാതെ രക്ഷപ്പെട്ടല്ലോ. തൂക്കുകയറൊന്നും വേണ്ടായിരുന്നെന്ന് അപ്പോഴേ വിചാരിച്ചതാ. ഇപ്പൊ അത് നടന്നു കിട്ടിയല്ലോ. എന്റെ ദേവമോൻ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഭാവി എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പണിയാണേ. പാവം, എത്ര നല്ല പെണ്ണായിരുന്നു. അവളെ എന്തിനായിരിക്കും പോലീസ് അറസ്റ്റ് ചെയ്ത്? അതെ. താനോ? എന്താ ഇവിടെ? ദേ അങ്ങോട്ടിരിക്കെ. അതൊന്നും വേണ്ട. ഇപ്പൊ തന്നെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. അന്ന് കോടതി വെച്ച് തന്നെ കണ്ടതല്ലേ. അതിനുശേഷം കേസ് എന്തായെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. തന്റെ അടുത്തേക്ക് വരാന്ന് വിചാരിച്ചാ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അതിരിക്കട്ടെ, തന്റെ കേസ് ഏതുവരെയായി? തനിക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ? പ്രശ്നത്തിന് പരിഹാരമൊന്നും ആയിട്ടില്ല. പക്ഷേ തൂക്കുകയറിന്ന് രക്ഷപ്പെട്ടു. തനിക്ക് തൂക്കുകയറി ഉദിച്ചെന്നോ? അത്രയ്ക്ക് വലിയ കുറ്റം എന്താ ചെയ്തേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെപ്പോലെ ഇരിക്കുന്ന മറ്റൊരാള് അവളുടെ ഭർത്താവിനെ കൊന്നപ്പോ അതെന്റെ തലയിലാവുമായിരുന്നു. എനിക്ക് കോടതി തൂക്കുകയറി വിധിച്ചു. പക്ഷെ ഞാൻ ഭാര്യയല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാ എന്റെ ഭർത്താവ് എന്നെ രക്ഷിച്ചത്. താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലടോ. എന്റെ ജീവിതം എന്താന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. ജീവിതം എങ്ങനെയായത് എന്റെ നിർഭാഗ്യം കൊണ്ടാണോ
അതോ ഇങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കുന്നത് എന്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോഴുള്ള എന്റെ ഈ മുഖം എന്റെ സ്വന്തം മുഖം പോലുമല്ല. ഒരു ശാപം ഈ രൂപത്തിൽ എനിക്ക് കിട്ടിയത്. നീ ആരാണ്? ഞാൻ തന്നെ ദേവേട്ടന്റെ വൈദേഹി. നിനക്കൊരിക്കലും എന്റെ വൈദേഹിയാവാൻ കഴിയില്ല. കുറ്റവാളിക്ക് വധശിക്ഷ വിധിക്കുന്നു. ദേവൻ തന്നെയാണ് ജഡ്ജിയുടെ അടുത്ത് ചെന്ന് നീ വൈദേഹിയാണെന്ന് പറഞ്ഞത്. ഇനിയെങ്കിലും സ്വന്തം മോളെ നോക്കി ജീവിക്കാൻ നോക്ക്. വീണ്ടും വൈദേഹിയാന്നും പറഞ്ഞ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പുറകെ വരാൻ നോക്കരുത്. ഇതാണ് എന്റെ കഥ. ഞാനാണ് നിങ്ങളുടെ വൈദേഹിന്ന് എത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ കുടുംബക്കാരോ ഭർത്താവോ വിശ്വസിക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഞാൻ ഭാര്യയെന്ന് പറഞ്ഞ് തൂക്ക് റദ്ദിയിച്ചപ്പോ ഞാൻ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയെന്നാ കരുതി. പക്ഷെ ഞാൻ വൈശാലിയാണെന്ന് വിചാരിച്ച് ആ വൈശാലിയുടെ നല്ല മനസ്സ് മനസ്സിലാക്കി രക്ഷിച്ചതാണ് പോലും. ഇതിനെ ഭാഗ്യമൊന്ന് വിളിക്കണോ, നിർഭാഗ്യമൊന്ന് വിളിക്കണോ? തന്നെ തന്റെ ഭർത്താവ് തിരിച്ചറിയുന്നില്ല. ചിലരെ തിരിച്ചറിഞ്ഞാലും അന്യരെ പോലെയാണ് കാണുന്നത്. എന്നാലും സ്വന്തം ഭർത്താവിന് തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? തലയിലെഴുത്ത്. എന്നോട് ശത്രുതയുള്ള ചിലരെല്ലാം കൂടി അത്രയ്ക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനിച്ച ഒരു ചെയിൻ എന്റെ കഴുത്തിൽ നിന്ന് പറിച്ചെടുത്ത് വൈശാലിയുടെ കഴുത്തിലിട്ട് കൊടുത്തു. ഒടുവില് എന്റെ കഴുത്തിൽ ഞാൻ പച്ച കുത്തിയത് പോലും വൈശാലിയുടെ കഴുത്തിൽ അവർ പകർത്തി. വ്യാജം യാഥാർത്ഥ്യമാക്കി മാറ്റി, യാഥാർത്ഥ്യത്തെ വ്യാജമാക്കി മാറ്റി കോടതിയിൽ അവർ വിജയിച്ചു. തന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ മറ്റൊരു തെളിവുമില്ലേ? ഇല്ല. എന്ത് പറഞ്ഞാലും മറ്റാരിൽ നിന്നോ മനസ്സിലാക്കി ഞാൻ നാടകം കളിക്കാന്ന് പറയുന്നു. സത്യത്തിൽ ഈ വൈശാലിയുടെ മകളെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ല. ഇതൊക്കെ കേട്ട് ഞാൻ സത്യത്തിൽ വൈദേഹി തന്നെയാണോ എന്ന് എനിക്ക് പോലും സംശയം തോന്നുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? ഒന്നും അറിയില്ല. പക്ഷെ എന്നെ ഇത്രയേറെ ദ്രോഹിച്ചിട്ട് എന്റെ ഭർത്താവിനെയും എന്റെ കുടുംബത്തെയും എന്നിൽ നിന്ന് അകറ്റിയവർ ഒരാളെ പോലും ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. താൻ സൂക്ഷിക്കണം. അവരെ കുറിച്ചൊക്കെ കേൾക്കുമ്പോ തന്നെ അവരൊക്കെ എത്ര വലിയ അപകടകാരികളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ എന്തിനാ ഞാൻ സൂക്ഷിക്കണ്ടേ? ജീവിതവും മരണവും എനിക്കെന്ന് ഒരുപോലെയാ. എന്നോട് നെറുകേട് കാണിച്ചവരെ കൊണ്ട് തന്നെ ഇതിനുത്തരം പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. നീയായിരുന്നോ? നിന്നെ അവര് തൂക്കിലേറ്റിയില്ലായിരുന്നോ? എങ്ങനെ? എന്നെയോ? തൂക്കി കയറ്റി കാണുന്നു വിചാരിച്ചോ? ഞാൻ മരിച്ചത് നീ ആഘോഷിക്കാൻ തുടങ്ങുമായിരുന്നു അല്ലേ? അപ്പോഴേക്കും നിന്റെ മരണത്തിന്റെ വാതിക്ക കൊണ്ട് എത്തിച്ചത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണോ നീ? നിന്നെ കൊല്ലാൻ എനിക്ക് ഒത്തിരി നേരമൊന്നും വേണ്ട. പക്ഷേ എന്താ ഇനിയും കൊല്ലാത്തതെന്നറിയോ? നടക്കാനിരിക്കുന്നതെല്ലാം നീ കാണണം. അന്ന് നീ എന്റെ ഭർത്താവിന്റെ കൈകൊണ്ട് ജീവനോടെ എനിക്ക് സമാധി കെട്ടിക്കാൻ നോക്കിയവളല്ലേ? കോടതിയിൽ എന്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ എനിക്ക് തൂക്കുകയറി വാങ്ങിച്ചു തന്നവളല്ലേ? കുറ്റവാളിക്ക് വധശിക്ഷ വിധിക്കുന്നു. എന്നിട്ടും ദൈവം എന്റെ കൂടെയായിരുന്നു ചന്ദ്രിക. എന്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ തൂക്കുകയറി റദ്ദാക്കിച്ചു ആ ശ്രീരാമൻ. നിങ്ങളുടെ വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ്. ദേവൻ തന്നെയാണ് ജഡ്ജിയുടെ അടുത്ത് ചെന്ന് നീ വൈദേഹിയാണെന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ സംഭവിച്ചില്ലേ? നാളെ ഇതുപോലെ എന്റെ ഭർത്താവ് എന്നെ വിശ്വസിക്കാൻ തുടങ്ങും. ഇത്ര
ഇത്രയും കാലം നിന്റെ ചതിയിൽ നിന്നും എന്നെയും എന്റെ കുടുംബത്തെയും എങ്ങനെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ ഞാൻ പകരം വീട്ടാൻ തുടങ്ങിയിട്ടേയുള്ളൂ. നിന്റെ പതനം കാണുന്നത് വരെ ഞാൻ അടങ്ങില്ല. എന്റെ കുടുംബത്തിൽ കയറി വന്ന് കണ്ണുനീര് പൊഴിച്ച് എന്നെ നീ അവരിൽ നിന്ന് അകറ്റിയില്ലേ? അതേ നാണയത്തിൽ നിനക്ക് ഞാൻ തിരിച്ചു തരാം. നിന്റെ ഈ മുഖംമൂടി വലിച്ചു കീറി അവരെ കൊണ്ട് നിനക്ക് ഞാൻ സമാധി കെട്ടിക്കും. നിന്നെ തേടി നിന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിന്റെ മരണത്തെ ഇപ്പൊ തൊട്ട് നീ എണ്ണി തുടങ്ങിക്കോ. ഞാൻ എന്തിനടി എണ്ണാൻ പോന്നെ? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊന്നുകളയുമായിരിക്കും. എന്നാ പിന്നെ കൊല്ലടി. നീ മാത്രമല്ല, ഞാനും മരണത്തിന്റെ വക്കീന്ന് വന്നവളാ. പകരം വീട്ടാൻ തന്നെയാ ഞാനും ജീവിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഞാനും മരിക്കൂ. എന്താ നീ പറഞ്ഞേ? നിന്റെ കുടുംബത്തിനു മുന്നിൽ എന്റെ മുഖം മൂടി വലിച്ചു കീറുമെന്നോ? അവരെ കൊണ്ടെനിക്ക് നീ സമാധി കെട്ടിക്കുമെന്നോ? 20 വർഷങ്ങൾ നിന്റെ അമ്മയെ, അത് തന്നെ ദശരഥ രാമവർമ്മയുടെ അനിയത്തിയെ, അവളെ ഞാൻ ചങ്ങലക്കിട്ട് ഇരുട്ടറയിൽ അടച്ചു വെച്ചിരുന്നതാ. എന്റെ മോളെ കൊട്ടാരം വീട്ടിലേക്ക് അയച്ച് അവിടെ മുഴുവൻ തകിടം മറിച്ച് നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ട് നിന്റെ രൂപം മാറ്റാൻ കഴിയുമെങ്കിൽ ഇനിയുള്ളതാണോടി കാര്യം? മൂക്കറ്റം മുങ്ങിക്കഴിഞ്ഞു. ഇനി ആരെ കണ്ട് ഞാൻ പേടിക്കണം? മുകളിൽ ആകാശം, താഴെ ഭൂമി, അത്ര തന്നെ. എന്നാലും ഞാനൊരു കെട്ടുകഥ പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് സ്വന്തം മരുമോളെ അവര് വധശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തു. അതാടി ഈ ചന്ദ്രികയുടെ പവർ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനാടി നിന്നെയും ആ ദശരഥ രാമവർമ്മയും കൊട്ടാരം വീട്ടിലുള്ള സകലരെയും നശിപ്പിക്കാൻ പോകുന്നത്. നിന്റെ ദേവനെയും ഞാൻ വിട്ടുകളയില്ല. കൊല്ലണോടി എന്നെ, കൊല്ല്. തൃപ്തിയായി, ഒത്തിരി തൃപ്തിയായി. ഇപ്പൊ തന്നെ ചെന്ന് ഈ കാര്യങ്ങള് ദേവിട്ടന്റെ അച്ഛനോട് പറഞ്ഞേക്കാം. നീ പറഞ്ഞതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എവിടെ റെക്കോർഡ് ചെയ്തെന്നാ? പേടിച്ചു പോയോടി ചന്ദ്രികെ. പേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തൊരു ഫോൺ പോലുമില്ല. പക്ഷെ ഞാനത് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോ എങ്ങാനും കള്ളി വെളിച്ചത്താവൂന്ന് കരുതിയല്ലേ നീ അങ്ങനെ പറഞ്ഞത്? ഇതാടി പേടി. തെറ്റ് ചെയ്തതാരായാലും അവർക്കെന്നും പേടിച്ച് ജീവിക്കാനാണ്. സത്യമെങ്കിലും പുറത്തു വരും. നിന്റെ കള്ളങ്ങളും പുറത്തു വരും. ഒത്തിരി കാലൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നിന്റെ നാവ് കൊണ്ട് നീ സത്യങ്ങളെല്ലാം പറയും. എന്നിട്ട് ഞാൻ ആ കൊട്ടാരം വീട്ടിൽ കാലുകുത്തു. നീ കാത്തിരുന്നു. ഏയ്, ഡ്രൈവർ, വണ്ടി നിർത്ത്. ഡാ, വണ്ടി എടുക്കടാ. നല്ല പേടിയുണ്ട് അവൾക്ക്. റെക്കോർഡ് ചെയ്തെന്നൊന്ന് വെറുതെ പറഞ്ഞപ്പോ ആട്ടി മുടി വിറയ്ക്കാൻ തുടങ്ങിയില്ലേ? ഈ പേടി മതി. ഇനി അങ്ങോട്ട് നിനക്ക് പേടി മാത്രമേ ഉണ്ടാവൂ. എന്തു പറ്റി ദേവ? എഞ്ചിന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അമ്മേ, ഇത് ഉടനെ ശരിയാക്കാൻ പറ്റും തോന്നുന്നില്ല. ഇവിടെ അടുത്തെങ്ങാനും ഒരു മെക്കാനിക്കിനെ കിട്ടുമെന്ന് നോക്കിയിട്ട് വരട്ടെ. എക്സ്ക്യൂസ് മീ, ഇവിടെ അടുത്ത് കാർ മെക്കാനിക്സ് വല്ലതും ഉണ്ടോ? അവിടെ ഉണ്ട്. ആ സൈഡിലാ? ഞാനിപ്പോ വരാച്ചാ. കാര്യം ഇറങ്ങണ്ട. എവിടെയാ കാറ്?
ഒന്ന് നോക്ക്. ആ ദേ ഇപ്പൊ നോക്കാം. സ്വന്തം ചോരയിൽ ജനിച്ച മകനാണെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ഒന്നും ക്ഷേമം പോലും അന്വേഷിക്കുന്നില്ലല്ലോ. അപ്പോ ഇവരെല്ലാവരും എന്റെ ഫാമിലി അല്ലേ? സംഭവം റെഡി ആയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. എഞ്ചിൻ ഓവർ ഹീറ്റ് ആയതാ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ആ താങ്ക് യു വെരി മച്ച്. അയ്യോ ഒന്നും സാരമില്ല. അതെന്താ, ഫ്രീ സർവീസ് വരെ നടത്തുന്നുണ്ടോ? എല്ലാവർക്കും ഒന്നുമില്ല. എന്റെ സ്വന്തം ഫാമിലിയോട് കാശ് മേടിക്കുന്നത് ശരിയല്ലല്ലോ. എന്താ പറഞ്ഞേ? അതൊന്നുമില്ല. കാറിൽ ഇങ്ങനെ ഫാമിലി ട്രിപ്പ് പോകുമ്പോ ആ കാറ് റിപ്പയർ ചെയ്താ ഞാൻ കാശ് മേടിക്കാറില്ല. അത് സാരമില്ല, ഇത് വാങ്ങിക്കേ. അയ്യോ ഇതൊരു ചെറിയ പണിയല്ലേ, എനിക്ക് വേണ്ട. ശരി, താങ്ക് യു സോ മച്ച്. സാരമില്ല. എന്താ ഇവിടെ? ദേവേട്ടനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നോണ്ടിരിക്കായിരുന്നു. അപ്പോഴാ വഴിയിൽ വെച്ച് കണ്ടത്. കുടുംബക്കാരെല്ലാരും ഉണ്ടല്ലോ. എവിടേക്കാ നിങ്ങളുടെ യാത്ര? വല്ല വിശേഷമാണോ? ഏയ്, എവിടെ പോയി നിനക്കെന്താ കാര്യം? ഇങ്ങനെ ദേവന്റെ പുറകെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇറങ്ങിക്ക, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഞങ്ങൾക്കിടയിൽ ഈ വക്കീൽ കുഞ്ഞിന്റെ ആവശ്യമില്ല. കോടതിയും കേസൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്റെ ദേവേട്ടനെ വിട്ടു പോകാൻ തോന്നുന്നില്ലായിരിക്കും. എന്തുദ്ദേശത്തോടെ നീ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. മര്യാദയ്ക്ക് വക്കീൽ കുഞ്ഞങ്ങ് തിരിച്ചു പൊയ്ക്കും. അവിടെ ചെന്ന് നല്ലൊരു ജോലി തരപ്പെടുത്താം. ഇവിടെ ഇങ്ങനെ നിന്നാലേ ഇടയ്ക്ക് വന്ന ബന്ധങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് തന്നെ അങ്ങ് മുറിയും. പിന്നെ മോങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്താ കുട്ടി ഇത്? അവള് ഞങ്ങളുടെ കുട്ടിയാ, ഇവിടെ തന്നെ നിൽക്കും. അതിൽ നിനക്ക് എന്താ കാര്യം കുട്ടി? ഇന്ദുമൊന്നും മിണ്ടാതിരുന്നേ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്ദുമേനൊന്നും പറയരുതേ. ഞാൻ ജാനകിയായി മാറി ഇന്ദുമ്മയുടെ അടുത്ത് വന്നപ്പോ മറ്റാരും എന്നെ കണ്ടുപിടിച്ചില്ല. പക്ഷെ നമുക്കിടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചത് ഇന്ദുമ്മയാ. എന്നിട്ട് ഇപ്പൊ ഇന്ദുമ്മ തന്നെ ഞാൻ വൈദേഹി അല്ലെന്ന് പറഞ്ഞാൽ എങ്ങനാ? അതിരിക്കട്ടെ, ഈ വക്കീല് കുഞ്ഞെപ്പോഴാ ഇന്ദുമ്മയുടെ വീട്ടുകാരിയായി മാറിയത്? ഇങ്ങനെയല്ലേ മാളവികയും കൂടെ കൂട്ടി ബന്ധുവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്? കാണുന്നിടത്തെല്ലാം ഇങ്ങനെ ബന്ധം കൂടെ നിക്കല്ലേ ഇന്ദുമ്മേ? പിന്നെ നടക്കാൻ പാടില്ലാത്ത നടന്നാ സഹിക്കാൻ പറ്റില്ല. അപ്പൊ മാളവികയുടെ കാര്യം നിനക്കറിയാം. 7 തലമുറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സകല കഥകളും അറിഞ്ഞോണ്ടാണല്ലേ വരവ്. ആ മാളവികയായിട്ട് താരതമ്യം ചെയ്യേണ്ടത് ആരാധ്യയല്ല, നിന്നെയാണ്. അവള് നിന്നെ പോലെ തന്നെയായിരുന്നു. ഇല്ലാത്ത ബന്ധവും പറഞ്ഞുകൊണ്ട് വന്ന് മരുമോളാവാൻ നോക്കി. ഇന്ന് ആ മാളവികയുടെ പൊടി പോലെ ഈ ഭൂമുഖത്ത് ഇല്ലാതായില്ലേ?
പക്ഷെ എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ടായിരുന്നില്ലേ, തൂക്കി കയറ്റുന്നതിന് ഒരു ക്ഷണം മുന്ന അമ്മയുടെ മോൻ ദേവൻ വന്നെന്നെ രക്ഷിച്ചത്. അത് തെറ്റായി പോയെന്ന് ഇപ്പൊ മനസ്സിലായി. നിന്റെ ഒരു കൂട്ടുകാരി എന്റെ അടുത്ത് വന്ന് നിന്റെ മോളുടെയും ദയനീയ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോ മനസ്സലിഞ്ഞതാ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, നിനക്ക് നോക്കാൻ ഒരു കുഞ്ഞില്ലേ? ഇങ്ങനെ എന്റെ പുറകെ നടന്ന അതിന്റെ ജീവിതം കൂടി നശിപ്പിക്കരുത്. മനസ്സിലായി നിനക്ക്? എന്റെ ജീവിതത്തിൽ ദേവേട്ടനും ദേവേട്ടന്റെ കുടുംബവും മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതമാവുമ്പോ എനിക്ക് മാറി നിൽക്കാൻ പറ്റുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, വലിയ മനസ്സാ നന്മയാന്നൊക്കെ പറഞ്ഞ് എന്റെ വായടച്ചു. ഈ വൈശാലി വീണ്ടും വൈദേഹിയായിട്ട് വരുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു.